കണ്ണിനുണ്ടാകുന്ന മറ്റൊരു കാഴ്ചക്കുറവാണ് ആംബ്ലോപ്പിയ. അതായത് കുട്ടിക്കാലത്ത് കണ്ണിന്റെ വികസനം ശരിയായ രീതിയിൽ നടക്കാത്തത് മൂലമാണ് ആംബ്ലോപ്പിയ ഉണ്ടാകുന്നത്. നമ്മളൊരു ഓപ്റ്റോമെട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഒഫ്താൽമോളജിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്യുമ്പോൾ ഒരു ഐ ചെക്കപ്പ് ചെയ്യുമ്പോൾ ഒരു കണ്ണ് അടച്ചു വെച്ച് നോക്കുമ്പോൾ ഈ കണ്ണിനെ അപേക്ഷിച്ച് വളരെ വളരെ കാഴ്ചക്കുറവായിരിക്കും ഈ കണ്ണിന്. അതിനെയാണ് ആംബ്ലോപ്പിയ എന്ന് പറയുന്നത്. ആംബ്ലോപ്പിയ മീൻസ് ഒരു കണ്ണിന് മാത്രമായിരിക്കും കാഴ്ച വളരെ തോതിൽ കുറയുന്നത്. നമ്മളത് അറിയാതെ പോകുന്നത് രണ്ട് കണ്ണ് വെച്ച് നോക്കുന്നത് കൊണ്ടാണ്. നമ്മൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവില്ല. ഒരു കണ്ണ് അടച്ചു നോക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. എന്തുകൊണ്ടാണ് ആംബ്ലോപ്പിയ ഉണ്ടാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാബിസ്മസ്, അതായത് സ്ക്വിന്റ്, കോങ്കൺ ഉണ്ടാകുന്നത് മൂലം കാഴ്ചക്കുറവുണ്ടായി ആംബ്ലോപ്പിയ ആയി പോകുന്നു. ഇതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ സ്പെക്സ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഒക്ലൂഷൻ തെറാപ്പി. ഒരു കണ്ണടച്ചിട്ട് നമ്മൾ ഒരു ചെയ്യുന്ന ജോലിയെല്ലാം, ഒരു ദിവസം നമ്മൾ എന്തൊക്കെ ജോലി ചെയ്യുന്നു, വായിക്കുന്നതാട്ടെ, ടി വി കാണുന്നതാട്ടെ, ബുക്സ് എഴുതുന്നതാട്ടെ, എന്തും ഒരു കണ്ണ് ഒക്ലൂഡ് ചെയ്തിട്ട് ഒരു കണ്ണ് അടച്ചു വെച്ചിട്ട് ഈ കണ്ണുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഈ കണ്ണ് അടച്ചു വെച്ചിട്ട് ഈ കണ്ണുകൊണ്ട് മാത്രം ചെയ്യുക. അങ്ങനെ മാത്രമേ നമുക്കിത് ഗ്രാജുവലി റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ പൂർണ്ണമായിട്ടും ഒരിക്കലും ആംബ്ലോപ്പിയ റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഒരു കണ്ണ് ഓൾറെഡി വേഴ്സ് ആയി കഴിഞ്ഞു, നമ്മളത് ഒരുപാട് വൈകിട്ടായിരിക്കും അറിയുന്നത്. അതുകൊണ്ടാണ് മസ്റ്റായിട്ട് നമ്മളൊരു 6 months കൂടുമ്പോൾ, കുട്ടികളിലായാലും വലിയവരായാലും 6 മാസം കൂടുമ്പോൾ മസ്റ്റായിട്ടും ഒരു ഐ ചെക്കപ്പ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും.